ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. സഭയിൽ തുടർച്ചയായ സ്തംഭനത്തെ തുടർന്ന് 118 എംപിമാരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെട്ട വിവാദ വീഡിയോയുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. ചില കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി കുറയ്ക്കാൻ തീരുമാനമായി. SBI ഓഹരികളുടെ മുന്നേറ്റത്തിന്റെയും വ്യാപാര കരാർ വാർത്തകളുടെയും പശ്ചാത്തലത്തിൽ സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ പാകിസ്ഥാൻ ടീം ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് ഉറപ്പായി. ബഹിഷ്കരണ തീരുമാനത്തിൽ നിന്ന് പാക് സർക്കാർ പിന്മാറി. BCCIയുടെ പുതിയ വാർഷിക കരാറിൽ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും B ഗ്രേഡിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പഴയ ചെക്ക് കേസിൽ നടൻ രാജ്പാൽ യാദവ് തിഹാർ ജയിലിൽ കീഴടങ്ങി. മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിൽ വീണ്ടും സംഘർഷമുണ്ടായതിനെ തുടർന്ന് 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. അന്തരിച്ച അജിത് പവാറിന്റെ വൈഫ് സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു.